കണ്ണങ്ങാട്ട് പാലത്തിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം. മെട്രോ 7 ന്യൂസ് ഇംപാക്ട്. കഴിഞ്ഞ ദിവസം മെട്രോ 7 ചാനൽ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ PWD ഉദ്യോഗസ്ഥരെത്തി കുഴികൾ അടച്ചു. യാത്രക്കാർക്ക് ഇതൊരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും മഴ രൂക്ഷമായാൽ വീണ്ടും റോഡ് പഴയ പടിയിലേക്ക് മാറുമെന്നും അതിനാൽ MLA കെ ബാബു അനുവദിച്ചിരിക്കുന്ന മുഴുവൻ തുകയും ഉപയോഗിച്ച് ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച്. ഇന്ന് ഈ പാലത്തിന് താൽക്കാലികമായി ഒരു ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലുണ്ടായ ആ വിള്ളൽ ഇന്ന് അതിരാവിലെ തന്നെ PWD അധികാരികളെത്തി അത് പരിഹരിച്ചു. താൽക്കാലിക പരിഹാരമാണ് കണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ കടന്നു പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പരിഹരിച്ചേക്കെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം ഇപ്പോൾ കണ്ടേക്കുന്നത്. എന്തായാലും നമുക്ക് എന്താ പറയാൻ പറ്റുന്ന വെച്ചാൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിന് വേണ്ടത്. എന്തായാലും ഇനിയും ഇതൊരു മഴയ്ക്ക് ശേഷം ഇതുപോലെ ആവുമെന്നൊക്കെ പറയാൻ പറ്റില്ല. മഴ വരുമ്പോൾ ഇനിയും പോകുന്നു. അത് താൽക്കാലികമായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായൊരു പരിഹാരം അതിന് കണ്ടെത്തുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും നമ്മളുടെ ഭരണകൂടത്തിനും ഇല്ലേ. അല്ലാണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ണി പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് ക്ലിയർ അല്ല. ഇതിൻ്റെ സ്ലോപ്പ് വളരെ ഡീപ്പായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേറ്റം വരെ നന്നായിട്ട് സ്ലോപ്പ് കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാവർക്കും സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇത് വെറും കണ്ണി പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മനുഷ്യരെ പറ്റിക്കണ പരിപാടിയാണ്. കാരണം കുറച്ച് മണ്ണിട്ട് മൂടിയ പോലെയാണ് ഈ മഴക്കാലം ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് ഇനി വരുന്നത് മഴയാണ്. ആ മഴക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒലിച്ചു പോകും. വലിയ കണ്ടെയ്നർ ഇതുവഴി കയറിപ്പോയി ഒരു ഇരിക്കൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പോയി. ഇത് കണ്ടില്ല, ഇവിടെ ഒരു സാധനം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ നിന്ന് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കണ്ടെയ്നർ എന്തിനുകൊണ്ടെന്ന് വെച്ചേക്കെന്ന് അറിയാൻ പാടില്ല. ഈ പാലത്തിന് എൻട്രിയിൽ തന്നെ കൊണ്ടുവന്നൊരു സ്ഥാപിച്ച് വെച്ചേക്കണേ. ഇവർ ഇവിടെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് കുറേ ബ്ലോക്കും ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇപ്പോൾ മതിയാക്കിയത് പോയി. അത് ഉപേക്ഷിച്ച പോലെ. കാരണം ഇത് ഉപേക്ഷിക്കാൻ പറ്റിയൊരു പാലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടേക്കണ പോട്ടൻ. ഇത് നമുക്ക് സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരായത് ഇവിടെ കൂടി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നലെ ഒരു ഓട്ടോ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് തള്ളിക്കയറ്റേണ്ട അവസ്ഥ വന്നു എനിക്ക്. കാരണം നമ്മൾ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു, അവരെ ഇറക്കി വെച്ചു. അതെ, അത് മറ്റേ പച്ചക്കറി സാധനമൊക്കെ ആയിട്ട് വന്ന വണ്ടി. അതിൻ്റെ പുറകെ ഞാൻ എൻ്റെ സാധാരണ ഒരു ഓട്ടോ ആയിട്ട് വന്നിട്ട് എൻ്റെ വീട്ടുകാരെ ഇറക്കിയിട്ട് തള്ളി ഇവിടെ കൂടി കയറ്റേണ്ട അവസ്ഥയാണ്. അത്ര മോശമായിട്ട് ഇടക്കണേ. കാരണം ഇതിൻ്റെ അധികാരികൾക്കറിയാമല്ലോ, എഞ്ചിനീയർ സാധാരണക്കാരായി നമുക്കറിയാം ഇതിങ്ങനെ മൂടിയിട്ടുണ്ടെങ്കിൽ പോകും. പക്ഷേ ഇവിടുത്തെ എഞ്ചിനീയർമാർക്ക് ഇതുപോലും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിന്ന് നിലനിൽക്കുന്നത്. മെട്രോ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. താൽക്കാലികമെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് കറക്റ്റ് ചെയ്തിട്ട് വളരെ സുഗമമായ രീതി ഇത്രയും കോടിക്കണക്കിന് രൂപ പാലം പണിതിട്ട് അതിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ ഒരു കാണിച്ചു വെച്ചേക്കണത് ജനങ്ങളോട് ഒരു ഇവിടുത്തെ നമ്മളുടെ അധികാരികളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥനായി കാണുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്നത് ഈ പുറയിൽ കാണുന്നത് ഈ കണ്ടെയ്നർ ഉണ്ടോ മാസങ്ങളോളമായി. ഇപ്പോൾ നമ്മൾ 2 വീലറിനാണ് കാറിനാണ് വരുമ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികാരികൾ എത്രയും വേഗം ഇതേപോലുള്ള ഈ കണ്ടെയ്നറുകളും എടുത്തു മാറ്റുകയും ഇതിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ചെയ്യും. എന്തിനാൽ തന്നെയും അതിനേക്കാൾ ഉപരി നിങ്ങളെപ്പോലത്തെ ഈ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകിൽ നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ കുഴിയടക്കലെങ്കിലും ചെയ്തത്. അതിന് നിങ്ങളെ പ്രത്യേകം ഈ മെട്രോ ന്യൂസിനെ അഭിനന്ദിക്കുകയാണ്. കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ ഈ കവാടത്തിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ ഈ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഇതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ ഉപരിതലത്തിലെ വിള്ളലുകൾ അടച്ചപ്പോഴും കണ്ണങ്ങാട്ട് പാലത്തിലെ ഈ അപ്രോച്ച് റോഡിൻ്റെ വിള്ളൽ ശരിയായ രീതിയിൽ അടക്കുവാനും ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനും അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. താൽക്കാലിക ആശ്വാസം ഇവിടെ ഉണ്ടാക്കി. എന്നാൽ ഇതുപോരാ. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കൃത്യമായി നിർമ്മിക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകണം. കെ ബാബു MLA 20 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി വിനിയോഗിച്ച് കൃത്യമായി നടപടികൾ എടുക്കുവാനും പാലം കൃത്യമായി ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനും സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. കണ്ണിൽ പൊടിയിടലല്ല വേണ്ടതെന്നാണ് ജനം പറയുന്നത്. ക്യാമറമാൻ സിമുലേഷനൊപ്പം റിഡ്ജൻ റിബല്ലോ. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. PMSCB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.